നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം T20I വേൾഡ് കപ്പിന് ഇന്ന് തുടക്കമാവുകയാണല്ലോ. ആദ്യ മത്സരം കൊളംബോയിലാണ്. അത് പാകിസ്ഥാനും നെതർലൻഡ്സും തമ്മിലാണ്. രണ്ടാം മത്സരം നമുക്ക് കൊൽക്കത്തയിലാണ്. വെസ്റ്റ് ഇൻഡീസും സ്കോട്ട്ലൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അതിനുശേഷം 7 മണിക്ക് വാങ്കഡയിൽ ഇന്ത്യയും USA തമ്മിൽ കളിയുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ മത്സരത്തിൻ്റെ പ്രിവ്യൂവിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ സ്കോട്ട്ലൻഡിൻ്റെ കാര്യം എടുത്തു പറയണം. സ്കോട്ട്ലൻഡിന് ഇതൊരു അപ്രതീക്ഷിതമായ വേൾഡ് കപ്പ് അവസരമാണ്. അവർക്ക് വേൾഡ് കപ്പിന് യോഗ്യത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവരെ ICC വേൾഡ് കപ്പിൽ നിന്ന് ഒഴിവാക്കുകയും പകരം കൊണ്ടുവരികയും ചെയ്തതാണ് ഈ സ്കോട്ട്ലൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങേണ്ടി വന്നു. സ്കോട്ട്ലൻഡ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വെറും 30 ഫുൾ ടൈം സ്റ്റാഫാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും പണിയെടുത്തിട്ടാണ് ഈ രൂപത്തിൽ ടീമിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി വേൾഡ് കപ്പിന് അവരെ ഇവിടെ ഒരുക്കി ഇറക്കുന്നത്. 15 അംഗ സ്ക്വാഡ്, ഏതാണ്ട് എല്ലാ താരങ്ങളും അവൈലബിൾ ആണ്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ പരിക്കും പ്രശ്നങ്ങളുമില്ല, 15 താരങ്ങളും അവൈലബിൾ ആണ്, ബാറ്റിംഗ് ലൈനപ്പ് വളരെ സെറ്റാണ്. എന്നാൽ ബൗളിംഗ് അറ്റാക്കിൽ ചെറിയ ചില സംശയങ്ങളുണ്ട്. ലെഗ് സ്പിന്നർ ക്രിസ് ഗ്രീവ്സ് കഴിഞ്ഞ 2 വാമപ്പ് മത്സരങ്ങളിലും വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ ന്യൂ ബോൾ ആരെടുക്കും എന്നൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ലെഫ്റ്റ് ആം സ്വിംഗ് ബൗളർ ബ്രാഡ് ക്യുറിയെ കൂടി അവർ ഉൾപ്പെടുത്താനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ അവരുടെ ഒരു പ്രോബിൾ 11ലേക്ക് പോവുകയാണെങ്കിൽ ജോർജ് മുൻസി, മൈക്കൽ ജോൺസ്, ബ്രണ്ടൻ മാക്മ്യൂലൻ, റിച്ചി ബാരിങ്ടൺ, ടോം ബ്രൂസ്, മാറ്റ് ക്രോസ്, മൈക്കൽ ലിസ്ക്, ക്രിസ് ഗ്രീവ്സ്, മാർക്ക് വാട്ട്, ബ്രാഡ് വീല്, സഫിയാൻ ഷെരീഫ്, ഇങ്ങനെയുള്ളൊരു 11 കൊണ്ട് അവർ ഇറങ്ങാനാണ് സാധ്യത. അതേസമയം വെസ്റ്റ് ഇൻഡീസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സൂപ്പർ താരം ഇന്ത്യയിലേക്ക് എത്താൻ വൈകിയാതെ ഷിംറോൺ ഹെറ്റ്മേറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് മാത്രമാണ് അദ്ദേഹം കൊൽക്കത്തയിൽ എത്തിയത്. ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസ് അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകിയത് ഒരു മൈനർ വിസ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് താരത്തിന് നേരത്തെ എത്താൻ കഴിയാതെ പോയത് എന്ന്. അപ്പോൾ അദ്ദേഹം അവൈലബിൾ ആണ്. ഇനി ഫുള്ളി റെഡി അല്ലേ, ഇങ്ങനെ ട്രാവൽ ചെയ്തൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹം ഫുള്ളി റെഡി അല്ലെങ്കിൽ സ്ക്വാഡിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്കൊരു പക്ഷേ ഔട്ട് ഓഫ് ഫോമിലുള്ള ജോൺ ചാൾസിനെ നമ്പർ 3യിൽ കളിപ്പിക്കേണ്ടി വന്നേക്കും. അതുപോലെ തന്നെ പേസ് ബൗളിംഗ് അറ്റാക്കിൽ ഒരു സ്പോട്ടിന് വേണ്ടി ജെയ്ഡൻ സീൽസ്, ഷാമർ ജോസഫ്, മാത്യു ഫോർഡ് എന്നിവർ തമ്മിലുള്ളൊരു പോരാട്ടമാണ്. അതിൽ ആര് പ്ലേയിങ് ലെവലിൽ വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷായ് ഹോപ്പ്, ബ്രണ്ടൻ കിങ്, ഷിംറോൺ ഹെറ്റ്മയർ ഓർ ജോൺസൺ ചാൾസ്, ദെൻ റോസ്റ്റൻ ചേസ്, റോമൻ പവൽ, ഷെർഫേൻ റുദർഫോർഡ്, റൊമാരിയോ ഷെഫേർഡ്, ജെയ്സൺ ഓൾഡർ, അഖിൽ ഹുസൈൻ, ഗുഡാകേഷ് മോട്ടി, ജേഡൻ സീൽസ്. തീർച്ചയായിട്ടും ഇപ്പോഴും അതിശക്തമായിട്ടുള്ള ഫയർ പവർ ഉള്ള സ്ക്വാഡ് കൊണ്ട് തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. സോ 3 മണിക്ക് ആണ് മത്സരം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ചേസിങ് നടക്കുക അണ്ടർ ഫ്ലഡ് ലൈറ്റിലായിരിക്കും. സോ നമുക്കറിയാം ഈഡൻ ഗാർഡൻസിൽ കഴിഞ്ഞ 3 IPL മത്സരങ്ങളിലായിട്ട് കുറച്ച് വൈകുന്നേരത്തെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സ്കോറിങ് എങ്ങനെ വരും എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഈ 5 മത്സരങ്ങളാണ് അവിടെ ഈ ഒരു വൈകുന്നേരത്തെ സമയത്ത് കഴിഞ്ഞ കുറച്ച് IPLകളിൽ നടന്നത്. അതിൽ 200+ സ്കോറുകൾ 3 അവിടെ വരികയുണ്ടായി. അത് വളരെ നാരോലി ഡിഫെൻഡഡ് ആയിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു 180, 190 ഒക്കെ സ്കോർ വരുമ്പോൾ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു സ്കോറായിട്ട് മാറുമെന്നാണ് നമ്മൾ ഈ ഒരു പിച്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെസ്റ്റ് ഇൻഡീസ് മികച്ചൊരു വിജയം ഇവിടെ നേടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ടെമ്പറേച്ചർ ആൻഡ് ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിഡ് ഓർ ലൈറ്റ് 20s അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു തരത്തിലുള്ള മഴയ്ക്കുള്ള സാധ്യതയും ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മത്സരം നടക്കും. വെസ്റ്റ് ഇൻഡീസ് സ്വാഭാവികമായിട്ടും മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.